ഇത് മമ്മിയൂരിലെ മഹാദേവ ക്ഷേത്രമാണ്. 3 അതിരുദ്ര മഹായജ്ഞങ്ങളും 26 മഹാരുദ്രയജ്ഞങ്ങളും നടന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. മമ്മിയൂർ ഗുരുവായൂർ ക്ഷേത്രങ്ങൾ തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാനും ക്ഷേത്രം പണിയാനും സ്ഥലം നൽകി മഹാദേവൻ രുദ്രതീർത്ഥത്തിൻ്റെ മറുകരയിലേക്ക് മാറിയിരുന്നു എന്നാണ് ഐതിഹ്യം. ഗുരുവായൂർ ദർശനം പൂർണ്ണമാകാൻ മമ്മിയൂർ കൂടി തൊഴണം എന്നാണ് വിശ്വാസം. ഗുരുവായൂരിൽ ഓരോ ഉദയാസ്തമയ പൂജയുടെയും ഒരു വിഹിതം മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് അവകാശപ്പെട്ടതാണ്. പെരുന്തട്ട, നാരായണൻകുളങ്ങര, താമരയൂർ, തിരുവങ്കിടം എന്നീ ക്ഷേത്രങ്ങൾക്കും ഈ അവകാശമുണ്ട്. മമ്മിയൂരിൽ ഇപ്പോൾ മഹാരുദ്രയജ്ഞം നടക്കുകയാണ്. ഇന്ന് വസോർധാരയോടെ മഹാരുദ്രയജ്ഞം സമാപിച്ചു. രാവിലെ 4:30 മുതൽ ആരംഭിച്ച യജ്ഞത്തിന് ശേഷം വസോർധാരയും തുടർന്ന് ജീവകലശങ്ങളുടെ അഭിഷേകവും നടന്നു. മമ്മിയൂരിലെ മഹാരുദ്രത്തിൻ്റെ ഒരു ദിവസത്തെ ചടങ്ങുകൾ ഗുരുവായൂരപ്പൻ്റെ വകയാണ്. ഗുരുവായൂരിലെ അഷ്ടമംഗല വിധിപ്രകാരം ആണ് ഗുരുവായൂർ ദേവസ്വം ഈ വഴിപാട് നടത്തുന്നത്. എന്താണ് മഹാരുദ്രയജ്ഞം? യജുർവേദത്തിലെ ശ്രീരുദ്ര മന്ത്രം ജപിച്ച് ജീവത്താക്കിയ ദ്രവ്യകലശങ്ങൾ മഹാദേവന് അഭിഷേകം ചെയ്യുന്നതാണ് മഹാരുദ്രയജ്ഞത്തിൻ്റെ ചടങ്ങ്. യജ്ഞശാലയിൽ 11 വെള്ളിക്കുടങ്ങളിൽ എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, പാല്, തൈര്, തേൻ, കരിമ്പിൻ നീര്, ചെറുനാരങ്ങ നീര്, ഇളനീര്, അഷ്ടഗന്ധജലം എന്നീ ദ്രവ്യങ്ങൾ നിറച്ച് 11 ആചാര്യന്മാർ ചുറ്റുമിരുന്ന് ദർഭ തൊട്ട് ബന്ധിച്ച് 11 ശ്രീരുദ്രമന്ത്രം ജപിക്കും. എന്നിട്ട് ഈ കലശങ്ങൾ ജീവകലശങ്ങളാക്കി മാറ്റി തന്ത്രി മഹാദേവന് അഭിഷേകം ചെയ്യും. ഓരോ കലശാഭിഷേകം കഴിഞ്ഞാലും നേദ്യവും പൂജയുമുണ്ട്. അതിനു മുമ്പായിട്ട് നീരാഞ്ജനം ഒഴിയുന്ന ചടങ്ങുമുണ്ട്. 11 ദിവസം ഇത് തുടരുന്നത് മഹാരുദ്രയജ്ഞം എന്ന പേര്. 11 ഖണ്ഡങ്ങളിലായി 121 ആചാര്യന്മാർ 11 ദിവസം നടത്തുന്ന ബൃഹത്തായ ചടങ്ങാണ് അതിരുദ്ര മഹായജ്ഞം. ഒരു അതിരുദ്ര മഹായജ്ഞം കഴിഞ്ഞാൽ 11 കൊല്ലം തുടർച്ചയായി മഹാരുദ്രയജ്ഞം നടത്തണം. അത് കഴിഞ്ഞ് 12ാമത്തെ വർഷം വീണ്ടും അതിരുദ്രയജ്ഞം നടത്തുക. അതിനുശേഷം വീണ്ടും 11 വർഷം മഹാരുദ്രയജ്ഞം നടത്തുക. അതിനുശേഷം വീണ്ടും 12ാമത്തെ വർഷം അതിരുദ്രയജ്ഞം നടത്തുക. അങ്ങനെ 3 അതിരുദ്ര യജ്ഞങ്ങൾ പൂർത്തിയാക്കിയ ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. ആ 3 അതിരുദ്രങ്ങൾ കഴിഞ്ഞിട്ട് നടക്കുന്ന 4ാമത്തെ മഹാരുദ്രയജ്ഞമാണ് ഇന്ന് പൂർത്തിയായത്. 1997 മമ്മിയൂർ ക്ഷേത്രത്തിൽ ആദ്യത്തെ അതിരുദ്ര മഹായജ്ഞം നടന്നത്. ഡിസംബർ 27 മുതൽ 1998 ജനുവരി 6 വരെ. തുടർന്ന് 11 വർഷം മഹാരുദ്രയജ്ഞം നടത്തി. 2009 ഡിസംബർ 27 വീണ്ടും അതിരുദ്രം നടത്തി. വീണ്ടും അടുത്ത 11 വർഷം മഹാരുദ്രയജ്ഞം നടത്തി. 2021 ഡിസംബർ 27 മുതൽ 3ാം അതിരുദ്രവും നടത്തി. തുടർന്ന് മുടക്കമില്ലാതെ മഹാരുദ്രം ഇവിടെ നടന്നു വരികയാണ്. കേരളത്തിൽ ആകെ 10 അതിരുദ്ര മഹായജ്ഞങ്ങളാണ് നടന്നത്. അതിൽ 5 എണ്ണം ഗുരുവായൂരാണ്, 3 എണ്ണം മമ്മിയൂരും, 2 എണ്ണം പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിലും. പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിലെ മഹാരുദ്രയജ്ഞം ഫെബ്രുവരി 1 ആരംഭിക്കാനിരിക്കുകയാണ്. ബാക്കി 5 അതിരുദ്രങ്ങളിൽ 3 എണ്ണം നടന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്, 1 പാറശാല ശിവക്ഷേത്രത്തിലും 1 കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിലുമാണ് നടന്നിട്ടുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ ഈ അതിരുദ്ര മഹായജ്ഞങ്ങൾ നടന്നിട്ടില്ല. സാധാരണയായിട്ട് അതിരുദ്ര മഹായജ്ഞവും തുടർച്ചയായിട്ട് മഹാരുദ്രവും നടക്കുന്ന ഏക ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം.